യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഈ ലോകത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദാരിദ്ര്യ അവസ്ഥ ഒരു ഭാഗ്യ അവസ്ഥയായിട്ട് ആർക്കും ചിന്തിക്കാൻ കഴിയുകയില്ല. എന്നാൽ യേശു കർത്താവ് പറയാണ്, ആത്മാവിൻ്റെ ദാരിദ്ര്യം അതൊരു ഭാഗ്യാവസ്ഥയാണ്, അത് നിന്നെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കും. എപ്പോഴാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം അതൊരു ഭാഗ്യാവസ്ഥയായി മാറുന്നത്? ലോകത്തിലെ ദാരിദ്ര്യം നമ്മളെ സമ്പന്നരാക്കാൻ ഉള്ള വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെങ്കിൽ, ആത്മാവിൻ്റെ ദാരിദ്ര്യം ആത്മാവിനെ ലഭിക്കാനുള്ള ആ വഴിയിലേക്കും നമ്മളെ നടത്തും. ആത്മാവിനെ ലഭിക്കാനുള്ള ഒരേ ഒരു വഴി അത് ക്രിസ്തുവിൻ്റെ വഴിയാണ്. യേശു കർത്താവ് മറ്റൊരിടത്ത് പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ആത്മാവിനെ ലഭിക്കുവാനുള്ള ഒരേ ഒരു വഴി അത് ക്രിസ്തുവാണ്. യേശു കർത്താവ് മറ്റൊരിടത്ത് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരികയില്ലായിരുന്നു. ആത്മാവിൻ്റെ ദാരിദ്ര്യം ഒരു ഭാഗ്യാവസ്ഥയെ ആക്കുന്നത് എങ്ങനെയാണെന്നറിഞ്ഞാൽ, അത് നമ്മളെ ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലും. അത് നമ്മളെ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലും. അതുകൊണ്ട് ഈ പകൽക്കാലം യേശുവിലേക്കും യേശുവിൻ്റെ വഴിയിലേക്കും നമ്മളെ കൊണ്ടുചെല്ലുവാൻ, ഈ ആത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി തീരുവാൻ പിതാവായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതേപോലെ തന്നെയാണ് ലോകത്തിലെ കഷ്ടം. ലോകത്തിലെ കഷ്ടം ഭാഗ്യാവസ്ഥയായി തീരുന്നത് എങ്ങനെയാണോ, ആ കഷ്ടം നമ്മളെ ദൈവത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ അതൊരു ഭാഗ്യാവസ്ഥ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ നമ്മളെ ദൈവത്തിന് മുമ്പിൽ എത്തിക്കുന്നെങ്കിൽ, ആത്മാവിൻ്റെ ദാരിദ്ര്യം ക്രിസ്തു എന്ന വഴിയിലേക്ക് നമ്മളെ എത്തിക്കുന്നെങ്കിൽ, അത് നമ്മളെ സ്വർഗരാജ്യത്തിലും എത്തിക്കുമെന്നാണ് പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ നമ്മളോട് സംസാരിച്ചത്. ഈ പകൽക്കാലം ആത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ വഴിയിൽ നിൽക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.